ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സഹോദരങ്ങളെ സുഖമാണോ? സന്തോഷമായിരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷം എന്താ പറയുക, ഇന്ന് കുറവിലങ്ങാട് പള്ളിയിൽ ഒരു കല്യാണം ആശീർവദിച്ചു. പിന്നെ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോട് കൂടിയൊക്കെ അട്ടപ്പാടിയിലേക്ക് പതുക്കെ മൂവ് ചെയ്യും കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങളെ ഇത് വേമ്പ ഇത് ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്ന ഒരു സാക്ഷ്യമാണ്. ഞാനത് മലയാളത്തിലാക്കി വായിക്കാം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു യു ഫോർ ഓക്കെ. അതായത് കർത്താവ് നൽകിയ വലിയൊരു അനുഗ്രഹങ്ങൾക്ക് ഈ ടോക്ക് വഴി കിട്ടുകയാണെങ്കിൽ നന്ദി പറയാനായിട്ടാണ് ഞാൻ സാക്ഷി എഴുതുന്നത്. ഐ വാസ് ഇൻസ്പയർഡ് ബൈ ദ ടെസ്റ്റിമണീസ് ഓഫ് ദ സെവൻ. അതായത് ഒരുപാട് ആൾക്കാരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ വായിക്കുമല്ലോ. ആ സാക്ഷ്യങ്ങൾ കേട്ട് അവർക്ക് കർത്താവ് പ്രയസ് ഗ്രാൻഡ് അനുഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് നടക്കാതിരിക്കുക. ഐ ആം എ PhD ഹോൾഡർ വർക്കിംഗ് ആസ് ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് ഒരു നല്ല പ്രശസ്തമായ കോളേജിൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്ന PhD ഉള്ള ഒരാളാണ് ഈ വ്യക്തി. ഐ ഹാഡ് അപ്ലൈ ടു ബിക്കം എൻ OET എക്സാമിനറായിട്ട് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 2 വർഷമായിട്ട് അപേക്ഷ കൊടുത്തു, കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. പക്ഷെ ഒരൊറ്റ കോള് പോലും ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വൺ ഡേ ഒരു ദിവസം ഞാൻ തീരുമാനം എടുത്തു. 9 ദിവസം ഒരു ടോക്ക് കേട്ട് അതിന് പ്രത്യേക ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യും. അതിനുശേഷം ഞാൻ എന്തായാലും സാക്ഷ്യപ്പെടുത്തുന്ന ഒരു ഞങ്ങൾ അത്ഭുതം എന്ന് പറയട്ടെ. എനിക്ക് വിത്തിൻ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്കൊരു കോള് വന്നു. OET എക്സാമിനറായിട്ട് എക്സാമിനേഷൻ പിന്നെ എന്നിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി. എന്നിട്ട് ഇപ്പോൾ 3 എക്സാമിൻസ് അതിൽ സക്സസ്ഫുൾ എനിക്ക് നടത്താൻ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് ടിസ എന്ന് പറഞ്ഞ വ്യക്തിയെ സാക്ഷി എഴുതി അയച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഈ എൻ്റെ സഹോദരങ്ങളെ അല്ലേ, സാക്ഷിന് നിസ്സാര ആളല്ല, ഇത് ചുമ്മാ എഴുതുന്നല്ലോ. PhD ഹോൾഡറാണ്, അസിസ്റ്റന്റ് പ്രൊഫസറാണ് നല്ലൊരു കോളേജിൽ. പക്ഷേ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല. കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? പ്രാർത്ഥിച്ചു, ആശീർവാദം സ്വീകരിച്ചു. അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. എനിക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം നല്ല വിദ്യാഭ്യാസവും വിവരവും ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, പക്ഷെ അവർക്ക് നോക്കി ഇത്രയും ബുദ്ധിശക്തിയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്കൊരു നിഷ്കളങ്ക വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നില്ല. ബുദ്ധിശാലികളെ തങ്ങളുടെ ബുദ്ധികളുടെ തന്ത്രങ്ങളിൽ കർത്താവ് കുടുക്കിയിടുന്ന കോറിന്തോസിൽ വചനമുണ്ട്. പക്ഷെ ബുദ്ധിയും ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ചിന്തിച്ച് നമ്മുടെ സിമ്പിൾ ഫെയ്ത്ത് കളയരുത്. നല്ല സാക്ഷിയാണ് ദൈവത്തിൻ്റെ മഹത്വം. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അടുത്ത ഒരു ജോലി മേലേക്ക് നോക്കിയിരിക്കുന്നവർക്ക് പ്രത്യേകം ബ്ലെസ് ചെയ്യുക കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്. അതായത് അനുസരിക്കുക, അനുഗ്രഹം പുറകെ വരും. അനുസരിക്കുക, അനുഗ്രഹം പുറകെ വരും. അതാണ് നമ്മുടെ തലക്കെട്ടെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, 1 സാമുവേൽ 17-18 വചനം കിടക്കുന്നത്. ജെസെ, ദാവീദിൻ്റെ അപ്പൻ ജെസെ ദാവീദിനോട് പറഞ്ഞു, 1 ഏഫ മലര് പിന്നെ 10 അപ്പവും പാളയത്തിൽ നിന്റെ സഹോദരന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അവരുടെ സഹസ്രാധിപന് ഒരു 10 പാൽക്കട്ടി കൊണ്ടുപോവുക. എന്നിട്ട് പോയി അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഒരടയാളവും വാങ്ങിയിട്ട് തിരിച്ചു വരിക എന്ന് പറഞ്ഞ് ദാവീദിനെ പറഞ്ഞു വിടുക. ഈ സഹോദരന്മാർ മുഴുവൻ ഈ യുദ്ധക്കളത്തിലാണ്, പാളയത്തിലാണ്. എൻ്റെ സഹോദരങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇത് ഇന്നലെ കഴിഞ്ഞതിന് മുമ്പത്തെ ദിവസം പറഞ്ഞ ഒരു വചനം നിങ്ങൾ അതിനെ കൂട്ടിച്ചേർത്ത് പഠിക്കണം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദാവീദിനെതിരിച്ചതിൻ്റെ ആവശ്യമില്ല. ദാവീദ് ഇപ്പോൾ സാവോളിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുന്ന ആളാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി പോവുക. ആ സമയത്ത് അപ്പൻ എക്സ്ട്രാ ഒരു ഡ്യൂട്ടിയും കൂടെ കൊടുക്കുക. നോക്കിയേ, അവരത് അനുസരിച്ച് ഓക്കെ അപ്പാ നീ കൊട്ടാരത്തിൽ എത്തണമെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോയി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ആ പോയ പോക്ക് നിങ്ങൾ ചിന്തിക്കണം. ദാവീദ് എന്ന് പറയുന്ന കൊച്ചുപയ്യൽ രാജാവാകാനുള്ള തുടക്കമാണ് അല്ലേ. അവിടെ വെച്ചാണ് ഗോലിയാത്തിനെ കാണുന്നത്, ദൈവത്തിൻ്റെ ശക്തി ആവസിക്കുന്നത്, ഗോലിയാത്ത് വധിക്കപ്പെടുന്നത്. പിന്നെ അങ്ങോട്ട് ഒരു കാര്യങ്ങൾ ചിന്തിച്ച് നോക്കിയേ. ഇനി ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനവും. നമ്മൾ ദൈവത്തിൻ്റെ ഓരോ വചനവും നമ്മളിങ്ങനെ പാലിച്ചുകൊണ്ടിരുന്നുള്ള അനുഗ്രഹം പുറകെ വരും. ഓൺ ദ സ്പോട്ടിലല്ല, ഒരു സമയം കഴിയുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു പക്ഷേ ഇന്ന് നമ്മൾ വചനം പാലിക്കാൻ വേണ്ടി നിന്നിട്ട് ഒരുപാട് പേരെ നമ്മളെ കളിയാക്കുന്നുണ്ടാവും. മണ്ടൻ, നീയൊക്കെ എന്നതാന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, വചനം പാലിച്ച സത്യമാണ്. പുറകെ അനുഗ്രഹം വരുന്ന യാതൊരു സംശയം വേണ്ട. പുറകെ പറഞ്ഞ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? പപ്പയും മമ്മിയും പറയുന്നതെല്ലാം കേൾക്കണമെന്ന്. മനസ്സിലായി? കേട്ടാ പോരാ, അനുസരിക്കണമെന്ന്. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദിവസങ്ങളുടെ റെക്കോർഡിങ്. പിന്നെ അട്ടപ്പാടിയിലെ വൈദികരുടെ ധ്യാനം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഫെബ്രുവരി മാസം 4-ാം തീയതി വൈദിക ധ്യാനത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിചയമുള്ള വൈദികരൊക്കെ ഉണ്ടെങ്കിൽ അട്ടപ്പാടിയിലേക്ക് പറഞ്ഞു വിടുകയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് അട്ടപ്പാടിയിലും കുറവിലങ്ങാടും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഈശോ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങളങ്ങ് ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. വലിയ ദൈവകൃപ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ കർത്താവേ. കർത്താവെ, കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, നാളുകളായിട്ട് ചില കാര്യത്തിന് വേണ്ടി ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നു, പക്ഷേ ഒരു നീക്കുപോക്കില്ല. കർത്താവായ ദൈവം, അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ നീക്കുപോക്കുണ്ടാക്കുന്നത് ദൈവമാണ്.
കർത്താവ് ദൂതന്മാരെ അയക്കണമേ, വചനം അയക്കണമേ, മാലാഖമാരെ അയക്കണമേ, ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നാളുകളായിട്ട് ചില തീരാതെ കിടക്കുന്ന കേസുകൾ, കർത്താവെ ഫയലുകൾ മൂവ് ചെയ്യാതെ കിടക്കുന്നത്, ആപ്ലിക്കേഷൻ വെച്ചിട്ട് കർത്താവെ ഇൻ്റർവ്യൂവിന് കാര്യങ്ങൾക്ക് വിളിക്കാത്തത്, അപ്പോയിൻമെൻറ്റ് പാസ്സാകാതെ കിടക്കുന്നത്, കർത്താവ് സാലറി കിട്ടാത്തത്, അങ്ങനെ ഒരുപാട് നാൾ നീക്കുപോക്കില്ലാതെ കിടക്കുന്ന പല വിഷയങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ വിശ്വസിച്ച് ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ, ആരൊക്കെ എളിമപ്പെട്ട് പ്രാർത്ഥിക്കുന്നോ, ആരൊക്കെ നിഷ്കളങ്ക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നോ, ആരൊക്കെ നേർത്ത് പ്രാർത്ഥിക്കുന്നു, അവരെല്ലാം ദൈവത്തിൻ്റെ കൃപ ഈ ആശീർവാദം വഴി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുതം ഉണ്ടാകട്ടെ എന്ന് പറയും. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. തടസ്സങ്ങളും ബന്ധങ്ങളും ആദ്യത്തെ ചിഹ്നവനുമാകട്ടെ. ദൈവകൃപ നിങ്ങളെ താങ്ങട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.